പോണാ 200. ഞാൻ പോവാ പോണാ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇല്ല ഞാനേ വേറെ കാര്യം ആലോചിച്ചേ. ഇവനെ ഒതുക്കി രണ്ടെണ്ണം അടിക്കാല്ലാതെ എങ്ങനെ ഇവനെ എടാടാ നിന്നെ ചില ഓരോരോ കാര്യങ്ങളുണ്ട് ചില ഞാൻ നീ രാജപ്പണ്ട മോനല്ലേ? നിനക്ക് എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ ചേട്ടനെ കാണുന്നതാണ്, പക്ഷെ ഞാൻ ചേച്ചിയായിട്ടുള്ള ഒരു ഇതല്ല. ഓ അത് ശരി. അത് വിട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സത്യത്തിൽ എന്നറിയാം എന്റെ കോട്ടയാടാ ഇവിടെ വിൽക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെ സത്യം. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എനിക്കിപ്പോ ഒരെണ്ണം അടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ അന്ന് അവിടെ പോകണ്ടായിരുന്നു. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അമേച്ചർ നാടകങ്ങൾ കളിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ അത് മതിയായിരുന്നു. എനിക്ക് ഒരു ആവശ്യമില്ല അവിടെ പോയിട്ട്. ഞാൻ പട്ടാളത്തിലോട്ട് പോയത് പട്ടാളത്തിലെന്ന് വെച്ചാൽ പിന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലല്ല ഞാൻ പറഞ്ഞെന്നറിയോ, എന്റെ ഈ കുട്ടപ്പന്റെ പെട്ടി എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അല്ല ഞാൻ വരാം ചേട്ടാ, ഞാൻ പറയുന്നതൊക്കെ ചേട്ടാ അതിലായിട്ട് സമയമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടപ്പനായിട്ട് അഭിനയിച്ചാൽ ആ ഒരു ജസ്റ്റ് സാധനം കാണിച്ചു തരാം, നിനക്ക് ഒരു രസമായിരിക്കും. അല്ല ഞാൻ പോയിട്ട് വന്നിട്ട് കണ്ടാ പറയാം. പിന്നെ ഇത് കാണാനായിട്ട് ഇനി അങ്ങ് പോയിട്ട് അങ്ങ് വരുവാന്ന് ഒറ്റയില്ല. ഇത്രയുള്ളൂ, കർട്ടൻ പൊക്കുന്നു. കുട്ടപ്പൻ ഞാൻ പെട്ടിയെടുത്ത് തലേ വെക്കും. കുട്ടപ്പൻ ഇങ്ങനെ വരും. കുട്ടപ്പൻ ഇങ്ങനെ ഓടി ഇങ്ങനെ വന്ന് ചേട്ടാ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ. വീട്ടിൽ നിന്ന് വിളിക്കാം. അമ്മയാ? അല്ല ഇവനെ ചിലവന്മാര് കുപ്പി കിട്ടിയ വീട് മറക്കും. ഇവനതല്ല, കുടുംബസ്നേഹം കൊണ്ട്. ഏട്ടാ അവൻ പിടി. അമ്മേ എടാ നീ എവിടെയാടാ? നീ വരുന്നില്ലേ ഇവിടെ? അമ്മ ഞാൻ വരുന്നമ്മേ, ഞാൻ ഇവിടെ ഉണ്ടമ്മേ. എടാ ഒന്ന് വേഗം ഇവിടെ എല്ലാരും വിളിച്ചു കൂട്ടിട്ട് നീ എന്തോ നടയി കാണില്ല. ഞാൻ വരുന്നമ്മേ, ഉണ്ട് കേട്ടോ. ശരി എന്നാ. അങ്ങനെ കുട്ടപ്പൻ ഈ പെട്ടിയായിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ ചാടി ഫ്രണ്ടിലോട്ടൊരു വരവുണ്ട്. എന്നിട്ട് കുട്ടപ്പൻ ചേട്ടാ ഒരു മിനിറ്റ് അവന്മാര് വിളിക്കും. ആരാ? പ്രസാദ് കൂട്ടുകാരാ. ചിലവന്മാരെ ഈ മദ്യം കിട്ടിയ കൂട്ടുകാരെ മറക്കും. ഇവൻ അതല്ല ഏട്ടാ, ഇവൻ കൂട്ടുകാരെ എടുക്കും. പറയടാ. എടാ നീ എത്ര സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? സാധനം കിട്ടി. രവി ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. വരുന്നെന്ന്. പെട്ടെന്ന് വാ. വരുന്നു. ഇരുന്നാ ഞാൻ പോയിക്കോട്ടെന്നാ. അങ്ങനെ ഈ കുട്ടപ്പൻ ഇങ്ങനെ വരും. ഈ പെട്ടിയായിട്ട് കുട്ടപ്പൻ ഒരു വരവുണ്ട്. കോളുണ്ട് ചേട്ടാ, കോള് ഇതേ വരുന്നു. ഒരു മിനിറ്റ്. ഈ പെട്ടി താത്ത് വെച്ചോട്ടെ. പെട്ടി താത്ത് വെച്ചു. കൈയുടെ ഈ കൈപ്പോയാൻ കടയ്ക്കുവാ. ഹലോ എടാ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടെന്ന്. എടാ അവിടെ നിൽക്കുമ്പോ നീ പുള്ളിക്കാരൻ എന്നെ വിടണ്ടേ? ഞാൻ വരുന്നു. ബഹളം വെക്കാതെ, എന്റെ കൈ സാധനം കിട്ടിയല്ലോ, പിന്നെ എന്തിനാ വെപ്പാളപ്പെടുന്നേ? ഞാൻ വരുവാ. ഈ കുട്ടപ്പൻ പിന്നെ ഈ പെട്ടിയെടുത്തോ ഇങ്ങനെ വരാം. നല്ല സാധനം പിന്നെ ഒരു ദിവസം കാണാം. ഇപ്പൊ നമ്മുടെ അടുത്ത അവിടെ ക്ലബിൽ പരിപാടി ഉണ്ട് തിരുവോണത്തിന്. തീർച്ചയായും നിൽക്കുമല്ലേ? തീർച്ചയായിട്ടും എനിക്ക് പോയല്ലേ പറ്റൂ. ചേട്ടന് ഈ നാടകം കളിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ? അങ്ങനെ മനസ്സിലായി. അല്ല എനിക്കത് മനസ്സിലായി. ചേട്ടന് ഒരു ആക്രാന്തം കാണുമ്പോ എനിക്ക് ഇത് ഒറ്റയ്ക്കാണ് അടിക്കണേ. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ചേട്ടൻ. ഓ ശരി. അവന്റെ കൂട്ടുകാർക്ക് അവര് അവിചാരിതോടെ ഞാൻ കണ്ടുപോയതാ. അപ്പൊ ഞാൻ പറയണം നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം സാധനം. അമ്മമാർക്ക് മേടിച്ചു കൊടുക്കുക. അത് ശരി. ഒന്നാം തീയതി വേറെ സാധനം കിട്ടത്തില്ലല്ലോ. കിട്ടാ അല്ലല്ല വഴങ്ങത്തിൽ ഇവനെ ഒതുക്കണം ഇവനെ. എടാ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, ഇതിപ്പോ ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലെങ്ങാനും പോയിരുന്നു അടിച്ചു കഴിഞ്ഞാൽ തൂഫാൻ പൊക്കും. അതങ്ങനെ മദ്യം കഴിക്കുമ്പോ തുപ്പാൻ പൊക്കുന്നാണോ പറഞ്ഞത്? ഓപ്പറേഷൻ തൂഫാൻ വന്ന് പൊക്കും. പിന്നെ വിഷയല്ലേ ഇപ്പൊ നടക്കുന്നത്? ആണോ? നിങ്ങൾക്ക് ആ പിള്ളേരെ പരിചയമുണ്ടോ? എനിക്ക് വലിയ പരിചയമില്ല. എന്നാലും കണ്ടപ്പോ എന്നെ ഇങ്ങനെ അവിടെ പ്രശ്നം വരുന്നത്. എടാ ഒരു പരിചയം അവന്മാര് വല്ല കൊള്ള ഉണ്ടാക്കിയാൽ നീ അകത്ത് പോകുന്നു. ഞാൻ പറഞ്ഞു പോയവരോട്, ഞാൻ കൊണ്ടില്ലെന്ന് പറഞ്ഞു പോയത്. എടാ നീ തൊത്തമായിട്ട് നീ ഒറ്റക്കിരുന്ന് അടി. ഞാനതാ പറയുന്നത്. അല്ല ഒറ്റക്കിരുന്ന് അടിക്കാനാണ് തന്നെ ഒരു സ്ഥലമില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ അവന്മാർ സ്ഥലമാണോ ഇല്ലാത്ത സ്ഥലത്തിനാണോ ഇത് വല്ല പാടില്ല. അതുകൊണ്ടാ സ്ഥലമൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുത്തൻ അതിനുള്ള സ്ഥലം ഒപ്പിച്ച് തരും, 2 ഗ്ലാസും വെള്ളവും ടച്ചിങ്സും കൊണ്ട് തരും. പക്ഷെ ആ പുള്ളിക്ക് 2 കൊടുക്കണം. അതിപ്പോ എന്താ? ഇപ്പൊ നമ്മള് കറള് പോകുന്ന സാധനം 2 3 കൊടുക്കുക. അങ്ങനെയാണ് ഒരു കാര്യം. ഞാൻ ആ പയ്യനെ പറഞ്ഞുവിടാം കേട്ടോ. അവന്റെ പേര് ഉദയൻ എന്നാ. അപ്പൊ ഞാൻ ഇവിടുന്നാ അവനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന്. ആണല്ലേ? പിന്നെ ചെറുക്കനെ ഉദയടാ എടാ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ചെറുക്കൻ ഒന്നേ സെറ്റ് ചെയ്തതേ കേട്ടാ. ഉദയ ചെല്ലടാ അങ്ങോട്ട്. ഉദയ ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം. ഈ ചുമ്മാ ഇത് ഉദയോ രവിയെണ്ണം പറഞ്ഞിട്ട് വന്നാന്നോ? അതെ, ഇതിവിടെ കൊണ്ട് തരാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ 2 ഗ്ലാസ് രവിയെണ്ണം പറഞ്ഞ് ഇവിടെ കൊണ്ട് തരാൻ ഉദയനോട് പറഞ്ഞു.